ഹലോ ഗൈസ്, ഞാൻ മോട്ടറോളയുടെ G24 എന്നുള്ളൊരു മൊബൈൽ മേടിച്ചു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 9,000 രൂപയായുള്ളൂ. 9,000 രൂപയ്ക്ക് 128 റോമും 8 GB റാമും ഉള്ളൊരു മൊബൈൽ, അത് മോട്ടറോളയെ പോലുള്ളൊരു നല്ലൊരു ബ്രാൻഡ് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർത്താണ്. ഭയങ്കരമായിട്ട് വർത്ത് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ റിവ്യൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ മേടിച്ചിട്ട് ഒരു കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എന്നാലും ഞാനൊരു 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെറും 80,000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. 80,000 രൂപയ്ക്ക് നല്ലൊരു കോമ്പാക്റ്റായിട്ടുള്ളൊരു മൊബൈൽ, പിന്നെ വെയിറ്റ് ഒക്കെ അത്ര വെയിറ്റ് ഒന്നുമില്ല. നല്ല കമ്പാരിറ്റീവ്ലി സാംസങ്ങിനൊക്കെ അപേക്ഷിച്ചിട്ട്, സാംസങ്ങിൻ്റെ ഈ റേഞ്ചുള്ള മൊബൈലിനൊക്കെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി ലെസ് വെയിറ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം കിട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ പറയുന്നത് ഒരു കവർ അവർ തന്നിട്ടുണ്ട്. അത് നല്ല കവർ തന്നെയാണ്. പിന്നെ ഒരു ചാർജർ തന്നിട്ടുണ്ട്. C ടൈപ്പ് കേബിളാണ്. കേബിളിന് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. സാംസങ്ങിൻ്റെ ചില ഈ റേഞ്ചുള്ള മൊബൈലിന് അവർ ചെറിയ ലെങ്ത്തുള്ള കേബിൾ തരുന്നത്, അത്യാവശ്യം ലെങ്ത്തുള്ള കേബിളാണ് തന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുകൊണ്ട് നിങ്ങളൊരു 10,000 റേഞ്ചിലുള്ള മൊബൈൽ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മോട്ടറോള G24 34 ആ റേഞ്ചിൽ കിട്ടും. അതിനേക്കാളും കൂടുതൽ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോട്ടറോള G64 84 മേടിക്കാം. പക്ഷേ 10 റേഞ്ചിൽ ഇത് 9,000 രൂപയ്ക്ക് വീണ്ടും ഞാൻ പറയുന്നു വെരി വെരി വർത്ത് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു. പിന്നെ മോട്ടറോളയുടെ ഇഷ്യൂ പറയാറുള്ളത് സർവീസിൻ്റെ ഇഷ്യൂ ഒരു ചെറുതാണ്. അത് പക്ഷേ അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നല്ല, അത് അപ്പോഴേക്കും റെക്ടിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ സിറ്റികളിലൊക്കെ എന്തായാലും സർവീസ് സെൻ്ററുകളുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് ഒരുപാട് പേര് പറയുന്നത്, ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരുപാട് പിള്ളേർ അല്ലെങ്കിൽ ഒരു 25 താഴെയുള്ള കുറേ ആൾക്കാർ ഈ മോട്ടറോളയുടെ ഈ മൊബൈൽ കോൺഫിഗറേഷൻ കണ്ട് മൊബൈൽ മേടിച്ചിട്ട് അവർ വളരെ കോൺഫിഗറേഷൻ വേണ്ട ഗെയിമൊക്കെ ഇതിൽ കളിച്ചിട്ടാണ് ഈ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നോർമൽ യൂസേഴ്സിന് ഇപ്പോൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് വളരെ കോൺഫിഗറേഷൻ കൂടുതൽ വേണ്ട ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണ് ഈ ഹീറ്റിംഗ് ഇഷ്യൂ പറയുന്നത്. അല്ലാണ്ട് നോർമൽ യൂസേഴ്സിനൊന്നും യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂവും അവർ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എനിക്കും അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് 10,000 റേഞ്ചുള്ള ആൾക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റാവുന്നൊരു നല്ല മൊബൈൽ തന്നെയാണ് മോട്ടറോള G24.